യുവർ നെയിം, ഷുസൂമെ, വെതറിംഗ് വിത്ത് യു, ഈ 3 മൂവീസ് ഒരു ഇന്റർലേറ്റഡ് യൂണിവേഴ്സ് വരുന്ന ആ യൂണിവേഴ്സിനെ പറയുന്നതാണ് ഡിസാസ്റ്റർ ട്രിലോളജി. ഈ യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന മിക്കാട്ടോ ഷിങ്കൈ എന്ന് പറയുന്ന ഡയറക്ടർ. എല്ലാ മൂവീസിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഡിസാസ്റ്റർ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു റൊമാൻസുമാണ്. മിക്കാട്ടോ ഷിങ്കയെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓരോ മൂവീസും അദ്ദേഹത്തിൻ്റെ പഴയ മൂവീസ് അല്ലെങ്കിൽ ആ ജപ്പാനിൽ തന്നെ ഉള്ള ആനിമയുടെ കളക്ഷനുകളെ തകർത്തുകൊണ്ടാണ് വീണ്ടും വരുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ നമുക്ക് ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള മൂവീസ് ഇപ്പോൾ യുവർ നെയിം, ഷുസൂമെ, വെതറിംഗ് വിത്ത് യു, അതുകൂടാതെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന 5 cm/s, പിന്നെ അതുകൂടാതെ ഗാർഡൻ ഓഫ് ദ വേൾഡ്സ് ആകെ മൊത്തം ഒരു 46 മിനിറ്റ്സ് എന്തോ വരുന്നുള്ളൂ. ഒരു ആനിമി ഫസ്റ്റ് ടൈം അല്ലെ ആനിമി മൂവി ഫസ്റ്റ് ടൈം കാണുന്ന ഒരാൾക്ക് 100% ഗ്യാരൻറ്റിയോട് നമുക്കിപ്പം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന മൂവീസാണ് ഇദ്ദേഹത്തിൻ്റെ കരിയറിനുള്ളതെല്ലാം. അവർക്ക് ആ കാണുന്ന ഒരാൾക്ക് ഒരിക്കലും മടുക്കത്തില്ല. കാരണം ആ ഒരു മൂവി കണ്ടിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റുള്ള മൂവീസ് കാണാൻ തോന്നും. പിന്നെ മറ്റുള്ള ആനിമി മൂവീസ്, ആനിമി സീരീസ് എല്ലാം കാണാൻ ബിഗിനർ ടൈപ്പ് മെറ്റീരിയലിനായാലും ഇനി അതെല്ലാം ഓൾറെഡി കണ്ട് കുറേ ശീലമുള്ള ഒരാൾക്കായാൽ പോലും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും മൂവീസ്. പ്രത്യേകിച്ച് റോംകോമും ജോണറും കൂടെ ആയതുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹം അങ്ങനെ ടവർ പോലെ മൂവി ഇറക്കത്തില്ല. അദ്ദേഹം നല്ല സമയമെടുത്ത് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പതുക്കെ ഓരോ മൂവീസ് ഇറക്കത്തുള്ളൂ. ഏകദേശം ഒരു 5 വർഷം അല്ലെങ്കിൽ 4 വർഷം കൂടിയൊക്കെ ഗ്യാപ്പിലാണ് ഇറക്കുന്നത് ഓരോ പടങ്ങളും. അതുകൊണ്ട് ട്രസ്റ്റ് വേർതി ക്വാളിറ്റി ഉള്ള പടങ്ങൾ മാത്രമേ തരത്തുള്ളൂ.